ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയമായ കാര്യങ്ങൾ പറയുന്ന ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവഭഗവാന്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, ശിവപാദം സ്മരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളാണ് പറയുന്നത്. ശിവ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതായത് ആദ്യം പറയുന്ന കാര്യം, നിങ്ങൾ എവിടെ എന്ത് കാര്യത്തിന് പുറപ്പെട്ടാലും ഈ ഒരു കാര്യം ചെയ്തിട്ട് പുറപ്പെട്ടാൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കാൻ അത് സഹായിക്കും. അങ്ങനെയുള്ള ഒരു രഹസ്യവിദ്യയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. 1 രൂപ ചിലവില്ലാതെ സ്വയം ചെയ്യാവുന്ന രഹസ്യവിദ്യയാണ്. എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ഈ വിദ്യ ചെയ്തിട്ട് ഇറങ്ങി പുറപ്പെടുക. നമ്മൾ ആ കാര്യത്തിന് പോകാം. നനച്ച കാര്യം നേടിയെടുക്കാൻ പറ്റും, മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കാൻ പറ്റും. അവിടെ നമ്മളത് നമ്മുടെ മനസ്സാ ചൊല്ലുന്ന മന്ത്രത്തിൽ ചൊല്ലണം. ഈ ഒരു വരി ഉരുവിട്ടിട്ട് അതൊരു പ്രത്യേക രീതിയിലാണ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമ്മുടെ മനസ്സതിൽ ചെല്ലണം. ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം നേടിയെടുക്കാൻ വളരെ സാധിക്കുമെന്നുള്ളതാണ്. ഇനി നമ്മുടെ മനസ്സതിൽ ചെന്നില്ലെങ്കിൽ അത് ചെയ്തുകൊണ്ട് ഒരു ഫലവും കിട്ടത്തില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സ്, വിശ്വാസം ഒക്കെ ആ ചെയ്യുന്ന കാര്യത്തിൽ വരുമ്പോഴാണ് അത് ഫലമാകുന്നത്. ചിലർക്ക് ഒരു തവണ ചെയ്താൽ ഫലമാകണമെന്നില്ല. ഇത് പലതവണ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും വശപ്പെടും. ചിലർക്ക് പെട്ടെന്ന് തന്നെ വശപ്പെടും. അപ്പോൾ നിങ്ങൾ ഇത് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക. ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകരിക്കാം. അപ്പം ഞാൻ ആ വിദ്യയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഈ വിദ്യ ഏതെങ്കിലും കാര്യത്തിന് പുറപ്പെടുമ്പോൾ ആ കാര്യം നേടിയെടുക്കാൻ ഉപകരിക്കാം. അതുപോലെ തൊഴിൽ വിജയം, പ്രമോഷന്, തൊഴിൽ ഉയർച്ച, സാമ്പത്തികം ഉയർച്ച, വളരെ വലിയ രീതിയിൽ സാമ്പത്തികമായ അഭിവൃദ്ധി, മറ്റുള്ളവരോട് മത്സരിച്ച് വിജയിക്കുക, അതിനുള്ള കഴിവ് നൽകും. അതുപോലെ മത്സര പരീക്ഷകളിൽ പോകുന്നവർക്ക് അതിൽ വിജയിക്കാൻ, ഇൻ്റർവ്യൂകളിൽ വിജയിക്കാൻ, സ്പോർട്സിൽ വിജയിക്കാൻ, വാദപ്രതിവാദങ്ങളിൽ വിജയിക്കാൻ ഒക്കെ സാധിക്കും. അതായത് വക്കീലന്മാർക്ക് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ ഏതൊരാൾക്കും നല്ലതാണ്. ഒട്ടും സാമ്പത്തികമില്ലാത്ത ഒരു വ്യക്തിക്ക് ഇത് ചെയ്താൽ വളരെ സാമ്പത്തികങ്ങൾ ഉണ്ടാകാൻ നല്ലതാണ്. അതുപോലെ ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിലുയർച്ച, പ്രൊമോഷൻ ഒക്കെ നേടിയെടുക്കാൻ നല്ലതാണ്. സാധാരണ തൊഴിൽ ചെയ്യുന്നവർക്കും വലിയ സമ്പന്നരാകാൻ ഈ വിദ്യ ഭക്തിയോടെ, വിശ്വാസത്തോടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വിദ്യ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു നന്മ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇത് ഈശ്വരീയമായ കാര്യങ്ങളാണ്, വർക്കൗട്ട് ആകത്തുള്ളൂ. അവിടെ എനിക്കൊരു ഉയർച്ച ഉണ്ടാകണം, മറ്റുള്ളവർക്ക് ഉയർച്ച ഉണ്ടാകണം. ആരെയും ദ്രോഹിക്കുന്ന ചിന്തയൊന്നും മനസ്സിൽ പാടില്ല. ഞാനും രക്ഷപ്പെടണം, മറ്റുള്ളവരും രക്ഷപ്പെടണം. അങ്ങനെ ഒരു നന്മ, സഹജീവികളോട് കാരുണ്യം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അന്നദാനങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഇത് വശപ്പെടുമെന്നുള്ളതാണ്. പിന്നെ വക്കീലന്മാർക്ക് നല്ലതാണ്, വാദിക്കുന്നവർക്ക് വിജയങ്ങൾ നേടാൻ നല്ലതാണ്, രാഷ്ട്രീയക്കാർക്ക് നല്ലതാണ്. അവർക്ക് ഈ വിദ്യ ചെയ്താൽ ആ ജനങ്ങളെല്ലാം അവരുടെ ഭാഗത്ത് നിൽക്കും, അല്ലെ അവർ പറയുന്ന അംഗീകരിക്കും. അതുപോലെ ഡോക്ടേഴ്സിന് നല്ലതാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ വിദ്യ ശരിക്കും ഹനുമാൻ്റെ വിദ്യ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഹനുമാനാണ് മരുത്വമല, ആ മരുന്ന് ഔഷധങ്ങളോടുകൂടി ആ മല കൊണ്ടുവരുന്നത്. അപ്പോൾ അതും അങ്ങനെയാണ് ആ ലക്ഷ്മണനെ ഭേദപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഡോക്ടർമാർക്കും ഹനുമാൻ്റെ വിദ്യ ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഈ സ്പോർട്സ് താരങ്ങളെ, അതുപോലെ ഫോഴ്സ്, പോലീസ്, പട്ടാളം ഇങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ ഈ ഹനുമാൻ്റെ വിദ്യ വളരെ ഉപകാരപ്പെടും. എന്ന് വേണ്ടത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇതെല്ലാം പരമേശ്വര പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്. ഇതൊന്നും എൻ്റെ കഴിവോ എൻ്റെ അറിവോ അല്ല. എല്ലാം സാക്ഷാൽ പരമേശ്വരൻ്റെ അനുഗ്രഹം, മഹാഗുരു ശിവൻ തന്നെയായ അഗത്തീശ്വരൻ്റെ അനുഗ്രഹം. എല്ലാത്തിനും അവർക്കൊക്കെ നന്ദി, മഹത്വം. തിരുമൂലരെ എല്ലാവർക്കും. ഇതൊന്നും എൻ്റെ കഴിവ്, എൻ്റെ അറിവോ അല്ല. ആ പാദങ്ങൾ, ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്, മനസ്സാൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട്. അപ്പം പിന്നെ ഇപ്പം വളരെയധികം കാണുന്ന ഈ ആളുകൾക്ക് ഈ പരിശോധിക്കുമ്പോൾ അവർക്ക് വളരെ പല ധാരാളം തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, എല്ലാത്തിനും ഈ വിദ്യ ചെയ്യാം. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജാണ് വരുന്നത്. അപ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഇതുള്ള നല്ല കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുള്ളൂ. ക്ഷേത്രത്തിലേക്ക് ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളെ, വഴിപാടുകളെ ഞാൻ പറയാറുള്ളൂ. പിന്നെ നല്ല പ്രാർത്ഥനകളും ഈശ്വരീയമായ നല്ല കാര്യങ്ങളും ഒക്കെ പറയാറുള്ളൂ. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ കേട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല.
നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഓരോ വീഡിയോയിലും പറയുന്നതിൻ്റെ കാര്യം. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ആ നിലയിൽ പറയുന്നതാണ്. അപ്പോൾ ചെയ്യേണ്ട ഒരു വാട്സപ്പിൽ ഇടുക. അപ്പോൾ ഫ്രീ ആകുമ്പം ഞാൻ റിപ്ലൈ തരാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യമുള്ളൊരു കാര്യം അറിയാനോ ഒരു പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കി വാട്സപ്പിൽ ഇട്ടാൽ ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുകയാണ് പറഞ്ഞുതരാം. എന്നുവെച്ചാൽ വലിയ കഥ പോലും ഇടരുത്, അത് നോക്കാൻ പറ്റത്തില്ല, സമയമില്ല. ചുരുക്കി ഇട്ടാൽ എനിക്കറിയാവുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്, പരിഹാരം പറഞ്ഞുതരാം. ഇനി അതല്ല നിങ്ങൾക്ക് നോക്കാനാണെങ്കിൽ ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ നോക്കാമല്ലേ, നോക്കാതിരിക്കാം. ഇനി വീഡിയോയിലേക്ക് വരികയാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പരമേശ്വര പാദങ്ങളിൽ തന്നെ സ്മരിക്കുന്നു. ശിവോഹം. മഹാഗുരു അഗസ്ത്യനെ സ്മരിക്കുന്നു. അദ്ദേഹവും ശിവൻ തന്നെയാണ്. ശിവോഹം. മഹാഗുരു തിരുമൂലരെ സ്മരിക്കുന്നു. സ്വാമിയച്ഛനെ സ്മരിക്കുന്നു. എല്ലാ മഹാഗുരുക്കന്മാരെ സ്മരിക്കുന്നു. ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദങ്ങൾ സ്മരിക്കുന്നു. ഭൂതര സ്വാമിയുടെ പാദങ്ങൾ സ്മരിക്കുന്നു. എല്ലാവരെയും സ്മരിക്കുന്നു. എല്ലാം ആ പരമഗുരുവായ സാക്ഷാൽ ദേവാദിദേവനായ മഹാദേവനെ ദേവന്മാരുടെ ദേവനായ സാക്ഷാൽ മഹാദേവൻ്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ശിവശിവ. ഭഗവാൻ എനിക്ക് മനസ്സിൽ കാണിച്ചു തരുന്ന കാര്യങ്ങളായി പറഞ്ഞു തരുന്നത്. എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. ഭഗവാന് കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ വിദ്യ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു വഴിക്ക് ഇറങ്ങി പുറപ്പെടുന്നു. അതിനു മുമ്പ് ജസ്റ്റ് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കൈയും കാലും മുഖം നനയ്ക്കുക. എന്നിട്ട് വലതു മൂക്കിലൂടെ ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുമ്പോൾ ശ്രീരാമദൂത എന്ന് മനസ്സിൽ ജപിക്കുക. ശ്വാസം ഇടതു മൂക്കിലൂടെ നീട്ടിവിടുക. അപ്പോൾ ശ്രീ വീരഹനുമാൻ എനിക്ക് സഹായമായി വരണം, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നനയ്ക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് അത് നടത്തി തരണമെന്ന് പറയുക. എന്നിട്ട് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇറങ്ങുക. മനസ്സിലായല്ലോ? ഈ വിദ്യ മനസ്സിലായി? ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങുന്നു. നമ്മൾ കൈയും കാലും മുഖവും നനയ്ക്കുക. എന്നിട്ട് ഇടതുകാലം മുന്നോട്ട് വെച്ച് നിൽക്കുക. നിന്ന് കഴിഞ്ഞ് വലതുമൂക്കിലൂടെ ശ്വാസം എടുക്കുക. സങ്കല്പിച്ചാൽ മതി ശ്വാസം വലതുമൂക്കിലെടുക്കുന്നതാണ്. അപ്പോൾ ഈ നെറ്റിയുടെ ഇവിടെ ഈ മധ്യത്തിൽ ടച്ച് ചെയ്യുന്നതായിട്ട് വിചാരിക്കണം. ശ്വാസം പിടിച്ചു നിർത്തേണ്ട, ജസ്റ്റ് എടുക്കുക. എടുത്ത് അപ്പോൾ നിങ്ങളുടെ വലതുമൂക്കിൽ കൂടെ, ഞാൻ ചിലപ്പം ഇങ്ങനെ പറയുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇടതുമുക്കായിട്ട് തോന്നും, പക്ഷേ നിങ്ങളുടെ വലതുമുഖ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. നിങ്ങളുടെ വലതുമൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക. ശ്വാസം സങ്കല്പിച്ചാൽ മതി ശ്വാസം എടുക്കുന്നതായിട്ട്. ഇപ്പോൾ ശ്രീരാമദൂത എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ട് ശ്വാസം എടുക്കുക. ഇടതുമൂക്കിൽ കൂടെ ശ്വാസം നീട്ടി വിടുക. വീരഹനുമാൻ എനിക്ക് സഹായമായി വരണം, ഞാൻ മനസ്സിൽ നനച്ച കാര്യം അതെന്താണെന്ന് മനസ്സിൽ സങ്കല്പിക്കുക, അത് നടത്തി തരണമെന്ന് പറഞ്ഞ് ശ്വാസം നീട്ടി വിടുക. ഇത് ഒരു തവണ ചെയ്താൽ മതി. ഇനിയിപ്പം ചിലർക്ക് ചിലപ്പോൾ ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും ഫലം ആകണമെന്നില്ല. ആയാലും ഇത് ദിവസവും ചെയ്ത് ശീലിക്കുക. പല ദിവസവും ആകുമ്പോൾ ഇത് വശപ്പെട്ടോളും. ചിലർക്ക് പെട്ടെന്ന് തന്നെ വശപ്പെടും. എന്തായാലും ഇത് വശപ്പെട്ടാൽ എന്തും നേടിയെടുക്കാം. അങ്ങനെ ഏറ്റവും അത്ഭുതകരമായ കാര്യം. എന്നിട്ട് നിങ്ങളിപ്പോൾ ഇടത് കാലം വെച്ചാൽ ഇത് ചെയ്യുന്നത്, പിന്നെ രണ്ട് കാലം ഒരുപോലെ വെച്ചിട്ട് ആദ്യ ചുവടെ ഇടത് കാലം വെച്ച് പുറപ്പെടുക. മനസ്സിലായോ? ഇനി ഈ വിദ്യ നിങ്ങൾക്ക് ദിവസവും രാവിലെ വീട്ടിൽ കുളി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് ചെയ്യാം. അതുപോലെ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ചെയ്യാം. കിഴക്കോട്ട് നോക്കി നിന്ന് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഓഫീസുണ്ട്, ഓഫീസിൽ നിന്ന് ചെയ്യാം. എവിടെ നിന്ന് ചെയ്യാലും കൈയും കാലും മുഖം ഒന്ന് കഴുകിയിട്ട് ചെയ്യുക. ഇടതുകാല് മുന്നോട്ട് വെച്ച് ചെയ്യുക. ഇനിയിപ്പം ഒരു വക്കീലാണ്, അദ്ദേഹം വാദിക്കാൻ പോവുകയാണ്. അപ്പോൾ ചിലപ്പം കൈയും കാലും മുഖവും നനയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഈ വിദ്യ ചെയ്തിട്ട് വാദിക്കുക. അതിൽ വിജയങ്ങൾ ഉണ്ടാകാൻ ഉപകരിക്കും. ചെയ്ത് നോക്കിക്കോ. അപ്പോൾ കൈയും കാലും മുഖവും കഴുകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ കൈയും കാലും മുഖവും കഴുകണ്ട, അല്ലാതെ തന്നെ ഈ വിദ്യ ചെയ്യാം. വിജയങ്ങൾ ഉണ്ടായി വരും, ഒരു സംശയം വേണ്ട. ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഈ വിദ്യ ചെയ്തിട്ട് പ്രസംഗിക്കാനോ എന്തിനു വേണമെങ്കിലും ഇറങ്ങിക്കൂ. അയാൾ ശ്രദ്ധിക്കപ്പെടും. അയാളുടെ രാഷ്ട്രീയ ഉയർച്ച പെട്ടെന്നായിരിക്കും. ഒരു ശത്രുവിനും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ശ്രീരാമദൂത വീരഹനുമാനാണ് കൂടെയുള്ളത്. അതും രഹസ്യ ശാസ്ത്രവിദ്യയാണ്. ഇത് നല്ല കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഈ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ല കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക. കാരണം ഇതെല്ലാം ഈശ്വരീയമായ ശിവകരമായ വിദ്യകളാണ്. അപ്പോൾ അത് നല്ല കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക. അപ്പം ഇത് ഏതൊരാൾക്കും ഉപയോഗിക്കാം. ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ, സാധാരണ ഒരു തൊഴിൽ ചെയ്യുന്ന ആളായിക്കോട്ടെ,
അവർക്കൊക്കെ ഉയർച്ച ഉണ്ടാകും. അതുപോലെ ഒരു പോലീസ് ഫോഴ്സ് പട്ടാളം അവർക്കൊക്കെ പ്രൊമോഷനും കാര്യങ്ങളും അവർക്കൊക്കെ എല്ലാ കാര്യങ്ങളിലും വിജയങ്ങളുണ്ടാകും. ഒരു തടസ്സങ്ങളും ഉണ്ടാകത്തില്ല. ഏർപ്പെടുന്ന ഇത് ചെയ്തിട്ട് ഇറങ്ങുക, ഇത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും വേണം ചെയ്യാം. അപ്പോഴൊന്നും കൈയും കാലും മുഖം നനയ്ക്കണമെന്നില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇരിക്കുമ്പോൾ കൈയും കാലും മുഖം നനച്ച് ചെയ്താൽ മതി. അല്ലാതെ കൈയും കാലും മുഖം നനയ്ക്കണമെന്നില്ല. അല്ലാതെ ചെയ്താലും ബലം ഉണ്ടാവും. കിഴക്കോട് തിരിഞ്ഞൊന്ന് ചെയ്യണം. പിന്നെ മത്സര പരീക്ഷകളിൽ ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവരെ, വിദേശവാസത്തിന് ശ്രമിക്കുന്നവരെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്പോർട്സിൽ ഇത് ചെയ്തിട്ട് സ്പോർട്സ് രംഗത്തുള്ളവർ സ്പോർട്സിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടാകും. എന്ന് വേണ്ട ബിസിനസ്സുകാർക്ക്, സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക്, സാധാ കടയിൽ നിൽക്കുന്നവർക്ക്, ഏതൊരു വ്യക്തിക്ക് ഇത് ചെയ്താൽ സാമ്പത്തിക ഉയർച്ച, അവർക്ക് എല്ലാ കാര്യങ്ങളിലും വശ്യം, സമ്പത്ത്, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏതൊരാൾക്കും പ്രയോജനപ്പെടുത്താം. നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. മാത്രമല്ല ഇത് ചെയ്താൽ അപാരമായ വശ്യമുണ്ടാകും. വീട്ടിലെ കലഹങ്ങൾ മാറും. ദുഷ്ടശക്തികൾ 7 അയൽവക്കത്ത് വരത്തില്ല. ചിലപ്പോൾ നമ്മളുടെ ഈ പ്രപഞ്ചത്തിൽ നല്ല ശക്തികളുണ്ടെങ്കിൽ മോശം ശക്തികളുമുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പലവിധ നെഗറ്റീവായിട്ടുള്ള ഈ ദുർമരണപ്പെട്ട ആത്മാക്കളും അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് എനർജികളും തീർച്ചയായിട്ടും പ്രപഞ്ചത്തിൽ ഉണ്ടാകും. നല്ലതുണ്ടെങ്കിൽ ചീത്തയുണ്ട്. അപ്പോൾ നല്ല ശക്തികളുണ്ട്, മോശം ശക്തികളുമുണ്ട്, നെഗറ്റീവ് എനർജികളുമുണ്ട്. ആ എനർജികളൊന്നും ബാധിക്കത്തില്ല ഈ വിദ്യ ചെയ്യുന്ന ആൾ. കാരണം അതുകൊണ്ടാണ് വീട്ടിലെ കലഹങ്ങൾ മാറും. ഒരു പ്രശ്നങ്ങളും ബാധിക്കത്തില്ല. ഒരു ശക്തിയും എതിരെ വരത്തില്ല. ഒരു ശക്തി എതിര് നിൽക്കത്തില്ല. പറഞ്ഞ മനസ്സിലായോ? 1 രൂപ ചിലവില്ലാതെ ചെയ്യാം, ആർക്കും ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ഹനുമാൻ്റെ ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ ശനിയാഴ്ച പോയി ശ്രീരാമദൂത വീരഹനുമാന് എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി മഹത്വം പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ ഇഷ്ട നിവേദ്യം വഴിപാടുകൾ സമർപ്പിക്കണം. അതുകൂടെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ ആ ദേവൻ്റെ ക്ഷേത്രത്തിൽ പോയി ആദ്യം ഹനുമാൻ്റെ ക്ഷേത്രത്തിൽ പോയ ശ്രീരാമനെ വിളിക്കാവുള്ളൂ. ശ്രീരാമദൂത വീരഹനുമാന് എൻ്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായ എല്ലാത്തിനും നന്ദി മഹത്വം പ്രണാമം പറഞ്ഞ് കൂടിക്കൂടി പ്രണാമം പറഞ്ഞ് ഇഷ്ടനിവേദ്യം അങ്ങനെയുള്ള വഴിപാടുകൾ സമർപ്പിക്കാം. ഏതെങ്കിലും ശനിയാഴ്ചകളിൽ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച തരുന്ന ആളെ നമ്മളൊരിക്കലും മറക്കരുത്. അപ്പോഴാണ് നമ്മളൊരു മനുഷ്യനാകുന്നത്, നമുക്കൊരു നന്മയുണ്ടാകുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ അഭിവൃദ്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ അന്നദാനം ചെയ്യുക. ഇനി ഞാനൊരു കാര്യം പറയാം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഞാൻ അന്നദാനം ചെയ്യാൻ പറഞ്ഞാൽ വ്യാഴാഴ്ച മാത്രമേ അന്നദാനം ചെയ്യാവുള്ളൂ എന്നതിന് അർത്ഥമില്ല. ഒരാൾക്ക് എപ്പോൾ ആഹാരം ആവശ്യമായിട്ട് വരുന്നോ അപ്പം നമുക്ക് ആൾക്ക് നമ്മളെക്കൊണ്ട് പറ്റുമെങ്കിൽ ആഹാരം കൊടുത്ത് സഹായിക്കാം. അതിന് സമയമോ കാലമോ ദിവസമോ ഒന്നും നോക്കരുത്. പിന്നെ വ്യാഴാഴ്ചകളും നിങ്ങൾക്ക് അന്നദാനം ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അല്ല വ്യാഴാഴ്ച മാത്രമേ ചെയ്യാവുള്ളൂ എന്നല്ല. ആർക്കൊരു ആഹാരത്തിന് ആവശ്യം വന്നാലും അപ്പം കൊടുക്കാം. അവിടെ നക്ഷത്രമോ തിഥിയോ മാസമോ ദിവസമോ ഒന്നും നോക്കണ്ട. പിന്നെ വ്യാഴാഴ്ചകൾ അന്നദാനം ചെയ്യാം. ആ ദിവസങ്ങളിൽ അന്നദാനം ചെയ്യാം. വ്യാഴാഴ്ചകളിൽ ഈ ഹനുമാൻ്റെ വിദ്യ കൂടുതലായിട്ട് ചെയ്യാം. സത്പ്രവൃത്തികൾ വ്യാഴാഴ്ചകൾ കൂടുതൽ ചെയ്യാം. പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. ഒരു പ്രതിസന്ധി ആ വ്യക്തിയെ ബാധിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതൊരാൾക്കും പ്രയോജനം ലഭിക്കുന്ന കാര്യമാണ്. ഞാൻ പലപ്പോഴും ഈ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ ഹസ്തരേഖ ഗ്രഹനിലയൊക്കെ പരിശോധിക്കുമ്പോൾ അവരിലൊക്കെ കാണുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പം ഈ ഗൾഫിലൊക്കെ ജോലിയുള്ളവർ, അല്ലെ യൂറോപ്പിൽ ജോലിയുള്ളവർ, അല്ലെ എവിടെ ജോലിയുള്ളവരാണേലും ഈ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ധാരാളം ഉള്ളതായിട്ട് പറയാറുണ്ട്. അതുപോലെ ബിടെക്കിന് പഠിക്കുന്ന പിള്ളേർ അല്ലെങ്കിൽ വേറെ പഠിക്കുന്ന കുട്ടികൾ, ഇങ്ങനെ ഏത് ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഒരുപാട് ആളുകൾ മാനസിക പ്രശ്നങ്ങൾ, ഡിപ്രഷൻ ഇതുള്ളതായിട്ട് പലരും പറയാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും വേണ്ടി കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന്. അത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ ആദ്യം അതിന് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കണ്ടുപിടിച്ച് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ, നല്ല ഡോക്ടറെ കണ്ടുപിടിച്ച് ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് ട്രീറ്റ്മെൻറ്റുകൾ മാനസിക പ്രശ്നമുണ്ടെങ്കിൽ ചെയ്യുക തന്നെ വേണം. അതാണ് ആദ്യം പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം. അതിൻ്റെ കൂടെ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്ന ചില നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാരണം ഒരിക്കൽ ഈ അടുത്ത ഇടയ്ക്ക് ദുബായിൽ ജോലിയുള്ള ഒരു പയ്യൻ, ആ പയ്യൻ്റെ അച്ഛന് എന്നെ ഇവിടെ കാണാൻ വന്നു. അപ്പോഴത്തേനും ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, പക്ഷേ എങ്കിലും അദ്ദേഹം നമ്മുടെ അടുത്തുള്ള ഒരു ആളാണ്, ഒരു പാവം പിടിച്ച മനുഷ്യനാണ്. ഈ ചെറുക്കൻ ഗൾഫിൽ പോയതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ഒരു ആകെ വരുമാനമാർഗം ആ ചെറുക്കനാണ്, പയ്യന്. അപ്പോൾ വന്ന അച്ഛനാണ് എൻ്റെ അടുത്ത് വന്നു. അയാൾ വളരെ വിഷമിച്ചാണ് എൻ്റെ മുന്നേ ഇരുന്നത്.
വിഷമിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം. അപ്പം പുള്ളി പറഞ്ഞു, ഞങ്ങൾ ആ പയ്യനെ അവനെ കൊണ്ടാണ് ജീവിക്കുന്നത്. അവന് ദുബായിൽ അവിടുന്ന് ദുബായ് ആണെന്ന് തോന്നുന്നു, ദുബായ് ആണോ ഖത്തറാണോ സൗദി ആണോ ഒന്നും എനിക്കറിയില്ല, ഏതോ ഒരു ഗൾഫ് രാജ്യമോ, ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, കാരണം പല പല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ശരിക്കും ഓർക്കുന്നില്ല. ഏതും ഗൾഫ് രാജ്യമാണ്. അവിടെ കമ്പനി അവനെ പെട്ടെന്ന് എന്തോ ഒരു മാനസികമായിട്ട് കുറേ ഡിപ്രഷൻ പോലെ മാനസിക പ്രശ്നങ്ങൾ വന്നു. അവനെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അവനെ നാട്ടിൽ വന്നിട്ടുണ്ട്. എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല. കാരണം ഈ മാനസിക പ്രശ്നമാണെങ്കിൽ കമ്പനി വീണ്ടും ഇവനെ അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. അപ്പോൾ അവന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ദുബായിലാണോ എവിടെയാണോ ഗൾഫ് രാജ്യത്ത്, അവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എന്നാലും അവർ പറഞ്ഞു വിട്ടു, പോയി നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് വന്നാൽ മതിയെന്നും പറഞ്ഞു. ഇപ്പോൾ നാട്ടിൽ വന്നു, നാട്ടിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് നന്നായിട്ട് എടുക്കുക, ഡോക്ടർ പറയുന്ന കേൾക്കുക. ഇനി നിങ്ങൾക്ക് അത് മാറ്റമില്ലെങ്കിൽ വേറെ ഒരു ഡോക്ടറെ കാണുക, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഡോക്ടറെ കാണുക, വിദഗ്ധ അഭിപ്രായം തേടുക. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട്, ഇപ്പോൾ ഡോക്ടർ എത്ര നാൾ മരുന്ന് കഴിക്കണമെന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് പാലിക്കണം. ഡോക്ടർ പറയുന്നത് കൃത്യമായിട്ട് അനുസരിക്കണം. ഉടനെ പുള്ളി പറഞ്ഞു അത് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൂടെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏറ്റവും പ്രധാനം അതാണ്. ഇപ്പോൾ നിങ്ങളോടും പറയുന്നതാണ്, മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അതിനോടും ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഡിപ്രഷൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നല്ല ഡോക്ടർമാരെ കാണണം. നമുക്കത് ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് നമുക്കത് ഗുണമല്ലെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ബെറ്ററായിട്ടുള്ള ഒരു ഡോക്ടറെ പോയി കാണാൻ മടിക്കുകയൊന്നും ചെയ്തത്. നല്ല ഡോക്ടർമാരെ കണ്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ച് അവർ പറയുന്ന പോലെ തന്നെ മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം. അതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ക്ഷേത്രത്തിലൊക്കെ പോകും, നമുക്ക് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്ന ചില നല്ല കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അറിവിലുള്ള നല്ല കാര്യം ഞാൻ ഈ പയ്യൻ്റെ അച്ഛന് പറഞ്ഞു കൊടുത്തു. ആ അച്ഛനെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഈ കഴിഞ്ഞ ദിവസം ആ പയ്യൻ്റെ അച്ഛനെ കണ്ടപ്പോൾ ആ പയ്യൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു അവൻ്റെ ഇതെല്ലാം വളരെ മാറ്റമുണ്ട്, മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, എന്നാലും നല്ല മാറ്റമുണ്ട്, അവനെ വീണ്ടും പിന്നെ ഗൾഫിന് പോയി ജോലി കയറി ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കൊരു ലോട്ടറി അടിക്കുന്നതിനെക്കാട്ടും സന്തോഷം അപ്പം തോന്നി. കാരണം അതുപോലെ എനിക്ക് സന്തോഷം തോന്നി. ഇപ്പം എനിക്കൊരു വലിയ ലോട്ടറി അടിക്കുന്നത് ഇതുപോലെ എനിക്ക് വലിയ ജീവിതത്തിൽ വലിയ കാര്യം ഉണ്ടാകുന്നതിനേക്കാൾ സന്തോഷം എനിക്ക് തോന്നി. കാരണം ആ പയ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പം ഞാൻ പുള്ളിയോടൊരു വാചകം പറഞ്ഞു, ചേട്ടാ അന്നേ ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ വിഷമിക്കേണ്ട, ഞാൻ പറഞ്ഞതാണ് ചേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇത് ട്രീറ്റ്മെൻറ്റ് തുടരുക, പിന്നെ ഈ കാര്യങ്ങളൂടെ ചെയ്യുക, എല്ലാം നല്ല കാര്യങ്ങളാണ്, നല്ല പ്രാർത്ഥനകൾ അതുകൂടെ ചെയ്യുക, ട്രീറ്റ്മെൻറ്റും തുടരണം ചേട്ടാ, ഒരു കുഴപ്പമില്ല, അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. പിന്നെ അവൻ്റെ ഗ്രഹനിലയും ഞാൻ പരിശോധിച്ചിരുന്നു, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞത്. വളരെ അത് അച്ചട്ടായിട്ടത് ഫലിച്ചു. ഏതായാലും വലിയ സന്തോഷം. അത് ഞാൻ പറഞ്ഞുകൊണ്ടല്ല, അവർ നല്ല ട്രീറ്റ്മെൻറ്റും കൊടുത്തു. അവൻ്റെ അച്ഛൻ പോയി മോന് വേണ്ടി നല്ലതായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവന് അമ്പലത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവൻ്റെ അച്ഛൻ പോയി പ്രാർത്ഥിച്ച മോന് വേണ്ടി. ഏതായാലും ആ ചെറുക്കൻ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി. വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു പെൺകുട്ടിയെ കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, പെൺകുട്ടിയുടെ അമ്മയാവുന്നത്, ആ പെൺകുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, വളരെ മാനസികമായ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കണം, അതാ പ്രധാനം, അത് ചെയ്യണം. അപ്പോൾ പറഞ്ഞു അത് ചെയ്യുന്നുണ്ട്, പിന്നെ നമുക്ക് അമ്പലത്തിൽ ചെയ്യാൻ അങ്ങനെ പറഞ്ഞുതരാമോ. അപ്പോൾ ഞാൻ ഭദ്രകാളിയുടെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, അതിന്ന് ഞാൻ പറഞ്ഞുതരാം. ആ കുട്ടി ആ പ്രശ്നം മാറിയത് മാത്രമല്ല, പഠിച്ച് നല്ല മാർക്കോടെ വിജയിച്ചു, നല്ല ജോലിയൊക്കെ ആയി. പിന്നീട് അവരെന്നെ കണ്ടപ്പം ഭയങ്കര സന്തോഷമായിട്ട് എന്നോട് പറഞ്ഞു, അയ്യോ അതെല്ലാം മാറി കേട്ടോ, വലിയ സന്തോഷം എന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഇതൊക്കെ പിന്നെ അതുപോലെ ഈ മദ്യപാനത്തിന് അടിമപ്പെട്ട ചില വ്യക്തികൾ, ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്ത് അവർ പൂർണ്ണമായിട്ട് മദ്യപാനം മാറിയവരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ശിവക്ഷേത്രത്തിൽ ചില പ്രാർത്ഥനകൾ ചെയ്ത് വലിയ സന്തോഷമാണ്, സമാധാനം ഉണ്ടായവരെ ഒക്കെ. അപ്പം അങ്ങനെ ചില കാര്യങ്ങളാണ് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരുന്നത്. അത് മാനസിക പ്രശ്നമുള്ളവർ ഒരു മടിയും വിചാരിക്കരുത്, ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഡോക്ടർ പറയുന്ന പോലെ തന്നെ ആ മരുന്ന് കോഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം. ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് ചെയ്യണം. പിന്നെ അതോടൊപ്പം ക്ഷേത്രത്തിൽ പോയി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇത് അവർക്കും പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വീട്ടിലുള്ളവർക്കും പോയി പ്രാർത്ഥിച്ചാലും ഫലമുണ്ടായ അനുഭവമുള്ള കാര്യങ്ങളാണ് ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യം പറയുന്നത് ഭദ്രകാളിയാണ്. ഭദ്രകാളിക്ക് കറുത്തവാവിൻ്റെ അന്ന് കുറച്ച് നെല്ല് മേടിക്കണം. എവിടെ നിന്നാണെന്നറിയോ? പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിക്കണം. കുറച്ച് നെല്ല് മേടിച്ച്, അല്പം മതി, ഒരു സഞ്ചി മേടിച്ച് നിങ്ങൾ കറുത്തവാവിൻ്റെ അന്ന് രാവിലെ ഒരു തൂശനിലയമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം അടുത്തുള്ള. എന്നിട്ട് ഒരു കൈ നെല്ല് ആ സഞ്ചിയിൽ നിന്ന് എടുത്ത് കയ്യിൽ പിടിച്ച്, ഇത് അവർ തന്നെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആ പ്രശ്നങ്ങളുള്ളവർ. ഇനിയിപ്പം ഈ പയ്യന് വേണ്ടി ഈ പയ്യൻ്റെ അച്ഛനാണ് ചെയ്തത്, പക്ഷേ അവന് മാറ്റം ഉണ്ടായി. അങ്ങനെ വേറൊരാൾ ചെയ്തവർക്ക് മാറ്റം ഉണ്ടായ അനുഭവമുണ്ട്. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക.
എനിക്ക് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെ എനിക്കറിയത്തുള്ളൂ, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു കൈ നെല്ല് വാരി വിത്തെന്നേ പറയാവുള്ളൂ. ഭദ്രകാളി അമ്മ ഈ വിത്ത് അമ്മയ്ക്ക് സമർപ്പിക്കുന്നു, ഒരു കൈ വിത്ത് അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഇന്ന വ്യക്തിക്ക് വേറൊരാളെ ചെയ്യുന്നെങ്കിൽ ഇന്ന വ്യക്തിയുടെ ഇന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരണം. ഇനി അവനവൻ സ്വയം ചെയ്യുവാണെങ്കിൽ അവനവൻ്റെ പ്രശ്നങ്ങൾ സ്വയം പറയാം, മാറ്റിത്തരണമെന്ന് പറഞ്ഞ് ഇത്. അപ്പോൾ ഇത് പിന്നെ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരാൾ പോയി കയ്യിൽ ഒന്ന് ടച്ച് ചെയ്യാം. കാരണം ഈ സ്വന്തമായിട്ടൊരു മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തിയെ ചെയ്യുന്നെങ്കിൽ അയാൾ എല്ലാ കാര്യവും പറയണമെന്നില്ല. അപ്പം കൂടെ വേറൊരാളിലൂടെ കൈ ഒന്ന് ടച്ച് ചെയ്ത് ആ വിഷമങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഇത് ആ പൂശനയിലോട്ട് വെക്കുക. ഇങ്ങനെ 3 കൈ വാരി ഓരോ കൈ ഇങ്ങനെ പ്രാർത്ഥിച്ച് പൂശനയിലോട്ട് വെക്കണം. വിത്തെന്നേ പറയാവുള്ളൂ. മൂന്നാമത്തെ നെല്ല് മുഴുവൻ വാരി പൂശനയിലേ വെക്കണം. അല്പം മതി, ഒരുപാട് നെല്ലൊന്നും വേണ്ട. എന്നിട്ട് നെല്ല് ബാക്കി വീട്ടിൽ കൊണ്ടുവരരുത്. ഇത് ഒരു തവണ ചെയ്താൽ മതി. പിന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും മാനസിക പ്രശ്നങ്ങളാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അത് തുടരണം. അതിനകത്ത് യാതൊരു മടിയും വിചാരിക്കരുത് കേട്ടോ. അതിനോടൊപ്പം ചെയ്യാവുന്ന ഒരു നല്ല പ്രാർത്ഥനയാണ് പറഞ്ഞത്. ഇത് ഒരു തവണ ചെയ്താൽ മതി. പിന്നെ ഞാൻ സത്യമായിട്ട് പറയുന്നു, നിങ്ങൾ അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ മേടിക്കണം. അയ്യപ്പൻ പുലിപ്പുറത്തല്ലാതിരിക്കുന്ന ആ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ വെച്ച്, അത് വിളക്ക് കത്തിക്കുന്നതൊന്നും വെക്കണ്ട, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയൊക്കെ വെക്കാം. എവിടെ വേണമെങ്കിലും വെക്കാം, ഷെൽഫിലോ എവിടെയാണെന്ന് വെച്ചാൽ, അല്ലെ ഭിത്തിയിൽ ഒരു ഇതടിച്ചോ ഷെൽഫ് അടിച്ചോ ഭിത്തിയിലോ എവിടെ വേണമെങ്കിലും വെക്കാം. വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ ഒന്നുകിൽ കർപ്പൂരം കത്തിക്കാൻ സൗകര്യമില്ല, തട്ടത്തിൽ കർപ്പൂരം കത്തിച്ച് അയ്യപ്പസ്വാമിയുടെ മുന്നിൽ കാണിക്കുക, സ്വാമിയെ ശരണോ അയ്യപ്പ പ്രാർത്ഥിച്ചു. എന്നിട്ട് താഴെ വെച്ചാൽ തൊട്ട് തൊഴുക. ഇത് ചെയ്തോളുക. ആ വ്യക്തി നേരിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി അച്ഛനോ അമ്മയോ ചെയ്യുവാണെങ്കിൽ വ്യക്തിയെ സങ്കല്പിച്ച് ചെയ്ത് അയ്യപ്പനോട് പ്രാർത്ഥിച്ചാൽ മതി. ദിവസം രാവിലെ സന്ധ്യയ്ക്കും ചെയ്യുക, മാറ്റം വരും. പിന്നെ ട്രീറ്റ്മെൻറ്റ് തുടരണം, അതിനകത്ത് യാതൊരു മടിയും വിചാരിക്കരുത് കേട്ടോ. ഇതെല്ലാം ചെയ്യുമ്പോഴും ട്രീറ്റ്മെൻറ്റ് തുടരണം, അതിനകത്തൊരു മടിയും വിചാരിക്കരുത്. ഇനിയും അയ്യപ്പ ക്ഷേത്രത്തിൽ ശനിയാഴ്ചകൾ ഭസ്മാഭിഷേകം നടത്തണം ഈ വ്യക്തിക്ക് വേണ്ടി. ആ ഭസ്മം തൊടുകയാണെന്ന് നല്ലതാണ്, ഇനി തൊട്ടില്ലെങ്കിലും ഭസ്മാഭിഷേകം നടത്തിയാൽ നല്ലതാണ്. ശനിയാഴ്ചകൾ തോറും ആവർത്തിക്കണം. ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കാൻ കണക്കൊന്നും വെക്കണ്ട, നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതിന് വരെ ചെയ്യുക. ഇനിയും പറയാൻ പോകുന്നത്, ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ശിവൻ ഭഗവാൻ ഒരു പാൽപ്പായസം, ഒരു ജലധാര, ഒരു മൃത്യുഞ്ജയാർച്ചന, ഒരു കൂട് ഭസ്മം ഇത് സമർപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഈ തിങ്കളാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. രാവിലെ ചെയ്യാൻ പറ്റുമെങ്കിൽ രാവിലെ തന്നെ ചെയ്യുക, നല്ല മാറ്റം വരും. ഭഗവാൻ വിചാരിച്ചാൽ മാറാത്ത ഒരു കാര്യവും ഒരു കാര്യവുമില്ല. എന്തും ഭഗവാൻ വിചാരിച്ചാൽ മാറും. ഭഗവാൻ സത്യബോധമാണ്, സത്യമാണ്, മഹാദേവനാണ്. ഭഗവാൻ എല്ലാം ഭഗവാനിലാണ്. ഭഗവാൻ എല്ലാത്തിലും ഉണ്ട്. ഭഗവാൻ ആരുടെയും സ്വാതന്ത്ര്യത്തിൽ ഇടപെടാറില്ല. എന്നാൽ ഭഗവാൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നുണ്ട്. എല്ലാവരും ഉള്ളിലിരുന്ന് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നുമുണ്ട്. ഇന്ന് ആരുടെയും സ്വാതന്ത്ര്യത്തിൽ ഇടപെടാറുമില്ല. അതുകൊണ്ടാണ് ഭഗവാനെ മഹാദേവൻ എന്ന് പറയുന്നത്. ഭഗവാൻ നീതിമാനാണ്, സത്യം. അസുരനോ ദേവനോ ഒന്നും ഭഗവാൻ പക്ഷാപാതമില്ല. ദേവന്മാർക്ക് അമൃത് കിട്ടിയപ്പോൾ അസുരന്മാർക്ക് മൃതസഞ്ജീവനി വിദ്യ ഭഗവാൻ കൊടുത്തു. അങ്ങനെ പക്ഷാപാതം ഭഗവാനില്ല. രണ്ടുപേരെ ഒരുപോലെയാണ് കാണുന്നത്. ഭഗവാൻ ശുദ്ധ ബോധമാണ്. ഒരു നിമിഷം മതി ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ. ചിലപ്പോൾ എത്ര ജന്മം എടുത്താലും കിട്ടത്തില്ല. നമ്മുടെ മനസ്സിൽ ശുദ്ധ മനഃശുദ്ധിയോടെ ഭഗവാനെ ഒരു നിമിഷം വിളിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ അത് മതി. ചിലപ്പോൾ എത്ര ജന്മം എടുത്ത് വിളിച്ചാലും ഭഗവാനെ അറിയാൻ പറ്റത്തില്ല. മനഃശുദ്ധിയോടെ ഭഗവാനെ ഒരു നിമിഷം, ഒരു സെക്കൻഡ് കൊണ്ട് വിളിച്ചാൽ പോലും അറിയാൻ പറ്റും. അതുപോലെ ഭഗവാനെ വിളിക്കുന്നതിന് മുമ്പ് അമ്മ പാർവതി ദേവിയെയും വിളിക്കണം. എന്നിട്ട് ഭഗവാനെ വിളിക്കണം. കാരണം പാർവതി ദേവി എന്ന് പറഞ്ഞാൽ അമ്മ സത്യമാണ്, ശിവഭഗവാനും സത്യമാണ്, പരമസത്യങ്ങളാണ് ശിവപാർവതിമാർ. അപ്പോൾ അമ്മയെ വണങ്ങിയിട്ട് ഭഗവാനെ വിളിക്കണം. ഇത് ഭഗവാനെ ഒരു ഭക്തൻ ആഗ്രഹിക്കുന്ന എന്തും ഭഗവാൻ നൽകും. കാരണം ഭഗവാൻ നിഷ്കളങ്കനാണ്. ഭഗവാൻ ആ ഭക്തൻ്റെ മനഃശുദ്ധി, ചിത്തശുദ്ധി, കർമ്മശുദ്ധി ഇത് മാത്രമാണ്. മനഃശുദ്ധി ഉണ്ടെങ്കിൽ, ആ കർമ്മശുദ്ധി ഉണ്ടെങ്കിൽ, ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ ഭഗവാൻ ആ വ്യക്തിക്ക് എന്തും നൽകും. അപ്പം ഭഗവാനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക. ആ ദിവ്യമായ സ്നേഹം ഭഗവാനോട് ഉണ്ടാകണം. ദിവ്യമായ സ്നേഹം എന്ന് വെച്ചാൽ വിജയത്തിലും പരാജയത്തിലും ഭഗവാനെ വിളിക്കണം. അല്ലെങ്കിൽ നമുക്കൊരു തകർച്ച ഉണ്ടാകുമ്പോൾ ഭഗവാനെ വിളിക്കാതിരിക്കരുത്, അല്ലെങ്കിൽ ഭഗവാനെ കുറ്റം പറയരുത്. വിജയത്തിലും പരാജയത്തിലും മാർക്കണ്ഡേയൻ്റെ വിശ്വാസം ഉണ്ടാകണം.
മാർക്കണ്ഡേയന് ശിവഭഗവാനെ മരണത്തിൽ പോലും മാർക്കണ്ഡേയൻ ശിവഭഗവാനെ ഉറച്ച് വിശ്വസിച്ചു. അതുകൊണ്ട് മാർക്കണ്ഡേയൻ അമരനായി, മരണമില്ലാത്ത അമരനായി. അപ്പോൾ ഭഗവാനെ ഒരു ദിവ്യമായ സ്നേഹമാണ് ഉണ്ടാകുന്നത്. ജീവിതത്തിൽ എന്തൊക്കെ തകർച്ചയിലും ക്ലേശങ്ങളിലും ഉയർച്ചയിലും ഒക്കെ ഭഗവാനെ മുറുകെ പിടിക്കണം. ശിവഭഗവാനെ, അമ്മ പാർവതീദേവിയെ. അപ്പം ഭഗവാൻ സത്യബോധമാണ്. എല്ലാവരുടെ ഉള്ളിലുണ്ട് ഭഗവാൻ. ആ സത്യബോധമാണ് ഭഗവാൻ. അപ്പം ഭഗവാനെ അറിഞ്ഞു വിളിക്കുക. ഭഗവാനെ അനുഗ്രഹം. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ഭഗവാനെ ചെയ്യുക. തിങ്കളാഴ്ചകൾ തോറും ആവർത്തിക്കുക. സാധിക്കുന്ന പോലെ ആ വ്യക്തിക്ക് നല്ല മാറ്റങ്ങൾ വരും. പിന്നെ ഈ ടെൻഷന്, ഇതുപോലുള്ള ഡിപ്രഷന്, ഇതുപോലുള്ള കാര്യങ്ങളുള്ളൊരു ട്രീറ്റ്മെൻറ്റ്, പ്രധാനമായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അത് തുടരുക തന്നെ വേണം. അതോടൊപ്പം പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഹൃദയത്തിൽ ഒരു ശിവലിംഗം സങ്കല്പിച്ച് ശിവായ നമാന്ന് മനസ്സിൽ ജപിക്കുക. ഭഗവാനോട് ഏറ്റവും ദിവ്യമായ സ്നേഹത്തോടു കൂടി ആ വ്യക്തിക്ക് മനസ്സിന് സന്തോഷം, സമാധാനം, ധൈര്യം ഇതൊക്കെ ഉണ്ടായി വരും. പിന്നെ ശിവശിവാന്ന് സാധിക്കുമ്പോഴും ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി വരും. അമ്മ പാർവതീദേവിയെയും കൂടെ സ്മരിച്ചിട്ട് ശിവഭഗവാനെ വിളിക്കുക. എപ്പോഴും അമ്മയെ കൂടെ സ്മരിക്കണം. സ്മരിച്ചിട്ട് ഭഗവാനെ വിളിക്കണം. ഭഗവാൻ ഉള്ളിടത്ത് അമ്മയുണ്ട്, അമ്മയുള്ളിടത്ത് ഭഗവാനുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. ശിവനെ വിളിച്ചാലും അതിൻ്റെ അമ്മ പാർവതീദേവിയും, പാർവതീദേവിയെ വിളിച്ചാലും ശിവഭഗവാനും രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടുപേരെയും അമ്മ പാർവതീദേവിയെ സ്മരിക്കണം, ശിവഭഗവാനെ സ്മരിക്കണം. അപ്പം ഇതൊക്കെ നല്ല ചിന്തകൾ ഉണ്ടാകും. അപ്പോൾ നല്ല ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ ഇതുപോലുള്ള ഈശ്വര്യമായ നല്ല കാര്യങ്ങൾ അറിയുമ്പോൾ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സത്യമാണ്. സത്യമാണ് ഈശ്വരൻ, നന്മയാണ് ഈശ്വരൻ. അറിവെന്ന് വെച്ചാൽ നമ്മൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ്. പക്ഷെ ജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവമാണ്. ഈശ്വരൻ്റെ, ഭഗവാന്റെ, പരമേശ്വരൻ്റെ, അമ്മ പാർവതീദേവിയുടെ അനുഗ്രഹം കൊണ്ട് ജ്ഞാനമാണ് കിട്ടുന്നത്, അനുഭവമാണ് കിട്ടുന്നത്. ആ ജ്ഞാനമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനം ചെയ്യുന്നത്, അറിവല്ല. അറിവ് കൊണ്ട് ഒരിക്കലും ശിവഭഗവാനെ അറിയാൻ പറ്റത്തില്ല. ഭഗവാനെ അനുഭവം കൊണ്ടേ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ വിചാരിച്ചാൽ പോലെ ഭഗവാനോട് വിചാരിക്കണം. ഭഗവാനെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ പകുതി നമ്മളുടെ ഇല്ല, പക്ഷെ പകുതി ഭഗവാനോട് വിചാരിച്ചാലേ ഭഗവാനെ അറിയാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ഭഗവാനെ ശുദ്ധ മനസ്സോടുകൂടി വിളിക്കുക. അപ്പം ഭഗവാനോട് വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റുന്നത്. നമുക്ക് ഭഗവാന് മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളതുള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഈ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം നടക്കാനുണ്ടെങ്കിൽ ഗണപതിക്ക് മുന്നിൽ ചെമ്പരത്തിമാല പിടിച്ച് ഗം ക്ഷിപ്രപ്രസാദനായ നമഃ, ഗ എഴുതി 0 ഗം ക്ഷിപ്രപ്രസാദനായ നമഃ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഗം ക്ഷിപ്രപ്രസാദനായ നമഃ. ഈ മന്ത്രം ജപിച്ച് ഗണപതിക്ക് മനസ്സിലോ വാവുണ്ടോ ജപിക്കാം കേട്ടോ. ഈ മന്ത്രം ജപിച്ച് ഗണപതിയുടെ നടയിൽ നിന്ന് ചെമ്പരത്തിമാല പിടിച്ച് ഈ മന്ത്രം ജപിച്ച് ഗണപതിക്ക് സമർപ്പിച്ചാൽ പെട്ടെന്ന് തടസ്സങ്ങൾ മാറാൻ ഉപകരിക്കും. ഇത് വെള്ളിയാഴ്ചകൾ രാവിലെ ചെയ്യുന്നത് നല്ലതാണ്, ഞായറാഴ്ചകൾ രാവിലെ ചെയ്യുന്നത് നല്ലതാണ്, നിങ്ങളുടെ പക്കനാളിൻ്റെ അന്ന് ചെയ്യുന്നത് നല്ലതാണ്, പക്കനാളിൻ്റെ തലേന്നും പക്കനാളിനെന്നും പക്കനാൾ കഴിഞ്ഞ ദിവസവും ഗണപതിക്ക് ചെയ്യുന്നത് നല്ലതാണ്. സൗകര്യം പോലെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഗണപതി ഉപപ്രതിഷ്ഠയാണ് ആ ക്ഷേത്രത്തിലെങ്കിൽ പ്രധാന ദേവന് ഒരു എണ്ണയോ മാലയോ കൊടുത്തിട്ട് ഗണപതിക്ക് ചെയ്യാവുള്ളൂ കേട്ടോ. അതുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഏതായാലും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തന്നെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം. ഓം ശിവായ നമ യനവ ശിമാ മവയന ശി ശിയ നമവ വശിമയന. ഓം ശിവായ നമ യനവ ശിമാ മവയന ശി ശിയ നമവ വശിമയന. ഓം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രം ന തീർത്ഥം ന വേദ ന യജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്തു ന കർമ്മ ന അകർമ്മ ന ദേഹ ന ദേഹി ന ചിത്ത ന ബോധ ന ആത്മ ന പ്രാണ. ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം ജഗത് സർവം ശിവോഹം ശിവോഹം. ഇത് ഞാൻ പ്രാർത്ഥിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാനിങ്ങനെ ഭഗവാനെ വിളിക്കുന്നു, ശിവശിവ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം ശിവശിവ ശിവശിവ ശിവശിവ. എല്ലാം ഭഗവാന്റെ ശിവപാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. എല്ലാത്തിനും ഭഗവാന് നന്ദി, മഹത്വം, സ്തുതി, കോടി കോടി പ്രണാമം. ശിവശിവ ശിവശിവ ശിവശിവ.
ശിവശിവ അഗതീശായ നമ. ശിവശിവ തിരുമൂലരായ നമ. ശിവശിവ. എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി. ശിവശിവ. ദേവാദിദേവൻ മഹാദേവൻ്റെ അമ്മ പാർവതി ദേവിയുടെയും പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. ശിവശിവ ശിവശിവ ശിവശിവ.